ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിതാ രാവിലെ തന്നെ എണീറ്റ് ഇപ്പോൾ ടൈം ഒരു 10 സോ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. ബൈ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം സുഖല്ലേ? നമ്മളും ഇവിടെ അടിപൊളിയാണ്. സോ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഗോകർണയിലാണ്. ഇന്ന് നമ്മൾ ഡേ 2 ഓഫ് ഗോവ ഡ്രൈവ് ആൻഡ് മോർണിംഗ് തന്നെ എണീറ്റ് റെഡിയായി നമ്മൾ ഇന്നത്തെ ഡ്രൈവ് സ്റ്റാർട്ടാക്കുന്നത്. ഗോകർണയിൽ നിന്ന് ഗോവയ്ക്ക് 132 കിലോമീറ്റർ ആണ്, വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി 3 to 3.5 hours. നമ്മൾ ആക്ച്വലി പോകേണ്ട ഷിരൂർ മണ്ണിടിഞ്ഞ റോഡ് വഴിയായിരുന്നു. അവിടെ അർജുന സെർച്ച് ആക്കുന്ന കാരണം റോഡൊക്കെ ക്ലോസ്ഡ് ആൻഡ് ഡീവിയേറ്റ് ചെയ്ത് വിട്ടു. നമുക്ക് ഈ ബ്രിഡ്ജിൽ നിന്ന് കറക്റ്റ് കാണാൻ കഴിയും അവിടെ JCB ഒക്കെ സെർച്ച് ആക്കുന്ന ന്യൂസിൽ കണ്ട പോലെ ഒന്നല്ല, നല്ല വലുപ്പമുള്ള മലയാണ് ഇടിഞ്ഞത്. അങ്ങനെ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് വിട്ടത് ഒരു ചെറിയ റോട്ടിലൂടെ ആയിരുന്നു. നല്ല ഒരു നേച്ചറൊക്കെ ആയിട്ടുള്ള ഒരു നല്ല റോഡായിരുന്നു അത്. അങ്ങനെ അതിലൂടെയൊക്കെ പോയിട്ട് നമ്മൾ മെയിൻ റോട്ടിലെത്തി. നമുക്കൊരു ചെറിയ ചുരമൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ വലിയ വലിയ റോക്സിൻ്റെ ഇടയിൽ കൂടിയുള്ള ഒരു ചുരം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടണൽ ഞാൻ ഈ റോട്ടിലൂടെ പോകുന്ന എല്ലാവരും പാസ് ചെയ്യുന്ന കണ്ടിട്ടുള്ള ഒരു ഫേമസ് ടണലാണ് തോന്നുന്നു. മോർണിംഗ് തൊട്ട് ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പ് സ്റ്റാർട്ടാക്കി ആൻഡ് നല്ലൊരു ഹൈജീനുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടായി കുറേ നേരമായി നോക്കുന്നത്. ഫൈനലി ഉടുപ്പി റെസ്റ്റോറൻറ്റിൽ കയറാന്ന് നമ്മൾ മൈസൂർ മസാല ദോശയാണ് ഓർഡർ ആക്കി. നല്ല ഉണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് ഇറങ്ങി ആസ് യൂഷ്വൽ ലൈവ് ന്യൂസൊക്കെ ഓൺ ആക്കിയിട്ടുള്ള ഡ്രൈവ് ആയിരുന്നു. ആൻഡ് ഫൈനലി ഇതാ നമ്മൾ ഗോവ ബോർഡർ എത്തി, അതും ക്രോസ് ആക്കി. വിചാരിച്ച പോലെയല്ല, സിറ്റിക്ക് ഇനിയും ഉണ്ട് കുറേ. എല്ലാം പകർത്തപ്പെടുന്നുണ്ട്. മഴയുണ്ടല്ലേ? നമ്മള് ആക്ച്വലി എല്ലാരും പറയും മൺസൂൺ സീസണിൽ ഗോവയില് വരുന്നത്. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഡ്രൈ സീസണിനെക്കാളും മൺസൂൺ സീസൺ. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നല്ലതാ. പക്ഷേ നമ്മള് വരുന്ന വഴി കുഴപ്പമില്ല. എന്റെ ഫോണ് പൊളിച്ചടക്കല്ലേ, പഴയ ഫോണിനെ മതി. ഇനി കുറച്ച് ഹിസ്റ്ററി ആയാലോ? ഈ ഗോവ എന്ന വേർഡ് തന്നെ ഡിറൈവ് ചെയ്തതിന് പല അസംഷനും ഉണ്ട്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഗോവാപുരി. ഇതൊരു സാൻസ്ക്രിറ്റ് നെയിമാണ്. ഇത് സ്പ്ലിറ്റ് ആക്കിയിട്ട് ഗോ മീൻസ് കൗവും പൂരി മീൻസ് ടൗണും എന്നാണ്. അപ്പോൾ ടുഗദർ പറയുകയാണെങ്കിൽ ടൗൺ ഓഫ് കൗ എന്നാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. പിന്നെ വേറെ ഉണ്ട് കുറേ അസംഷന്. കൊങ്കണിയിൽ പണ്ട് ഗോയനെ ഗോയൻ എന്നാണ് പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ പാച്ചസ് ഓഫ് ടോൾ ഗ്രാസസ് എന്നാണ് അതിൻ്റെ മീനിങ്. പിന്നെ സാൻസ്ക്രിറ്റിൽ തന്നെ ഗോമന്തക് എന്നും പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ അഗ്രികൾച്ചറൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ലാൻഡ്. പക്ഷെ പൊതുവേ ഉള്ള ഒരു അസംഷൻ എന്ന് വെച്ചാൽ ഗോവ എന്നത് പോർച്ചുഗീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടാണ്. മെയിൻ റോഡ് കയറിയപ്പോൾ പിന്നെ നമ്മൾ ഫുള്ള് NH66 ആയിരുന്നു യാത്ര. ആ പോണ വഴിക്കായിരുന്നു ഗോവയിലത്തെ ഫേമസ് ഹാങ്ങിങ് ബ്രിഡ്ജായ ആറ്റൽ സേതു ബ്രിഡ്ജ് ഉണ്ടായിരുന്നത്. ഇത് വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ഹാങ്ങിങ് ബ്രിഡ്ജാണ്. whatever, അങ്ങനെ നമ്മൾ ഗോവയിലെത്തി. ഗോവ, എ സിറ്റി ഓഫ് വൈറ്റ് സാൻഡ് ബീച്ചസ്, ആക്റ്റീവ് നൈറ്റ് ലൈഫ്, പ്ലേസസ് ഓഫ് വർഷിപ്സ് ആൻഡ് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റഡ് ആർക്കിടെക്ചേഴ്സ്. ഇവിടെ മെയിൻ ആയിട്ടുള്ളത് ഫോർട്ട് അഗോഡ, അർജുന ബീച്ച്, ദൂദ്സാഗർ വാട്ടർഫോൾ, ചാപ്പോര ഫോർട്ട്, അങ്ങനെ കുറേ ഫേമസ് സ്പോട്ട്സ്. ബട്ട് എന്ത് ചെയ്യാനാ, നമ്മളിവിടെ ഒന്നുമല്ല പോയത്. പിന്നെ നമ്മൾ എവിടെ പോയെന്ന് കാണണമെങ്കിൽ ഈ വീഡിയോയും ഇനി വരുന്ന എല്ലാ വീഡിയോസും കാണണം.
ഈ റോഡ് കാണാത്തവരാരും ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് മൂവീസിലേലും കണ്ടിട്ടുണ്ടാവും. ഇത് പാറ റോഡ്, വൺ ഓഫ് ദി ഫേമസ് ഇൻസ്റ്റഗ്രാമബിൾ റോഡ്സ് ഇൻ ഗോവ. കുറേ യാത്ര ഉള്ളതുകൊണ്ട് നമ്മൾ സ്നാക്സും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ലഞ്ച് ടാർഗറ്റ് വാസ് ഗോവൻ ഫിഷ് താലി. സോ അത് കഴിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും കഴിക്കാണ്ട് അതിനു വേണ്ടി വെയിറ്റ് ആക്കിയിരുന്നു. ഗോവയിലെ ഫേമസ് റെസ്റ്റോറൻ്റ് ആയ വിനായക് ഫാമിലി റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ താലി കഴിക്കാമെന്ന് വിചാരിച്ചത്. സോ അതിലേക്കുള്ള യാത്രയായിരുന്നു. പിന്നീട് നമ്മൾ അവിടെ എത്തി. നമ്മൾ കാറൊക്കെ പാർക്കാക്കി കുറച്ച് നടക്കാനുണ്ടായിരുന്നു. ആൻഡ് പറഞ്ഞ പോലെ ഫിഷ് താലിയാണ് ഓർഡർ ആക്കിയത്. ആൻഡ് ട്രസ്റ്റ് മീ, ഇതും വേറെ ലെവലായിരുന്നു. ഇതിലില്ലാത്ത ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ ഫിഷ് വെറൈറ്റീസ് ആയിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഐക്കൂറ ഫ്രൈ, കക്ക മസാല, ഞണ്ട് റോസ്റ്റ്, പിന്നെ ഒരു ഫിഷ് കറി, ഉപ്പേരി, ഉണക്ക ചെമ്മീൻ ചമ്മന്തി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഫുൾ ഫിഷ് ഓൺലി ഐറ്റംസ്. അതൊക്കെ കഴിച്ച് വയറും മനസ്സൊക്കെ നിറഞ്ഞ് നമ്മൾ ഇറങ്ങി. സോ ഇനി നെക്സ്റ്റ് നമ്മൾ സ്റ്റേയിലേക്കാണ് പോകുന്നത്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി നമ്മൾ തൊട്ട് അടുത്ത് തന്നെയായിരുന്നു ഈ സ്റ്റേ ഉണ്ടായിരുന്നത്. മാർട്ടിൻ സിസ്റ്റ ബൈ ലീല ഇൻ. ഈ ഹോട്ടലിലായിരുന്നു നമ്മൾ സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു സ്റ്റേ ആയിരുന്നു. നല്ല കസ്റ്റമർ സർവീസും ബാക്ക് യാർഡിൽ പൂൾ സർവീസും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അവരെ റൂം ഓപ്ഷൻസ് ഒക്കെ കാണിച്ചു തന്ന് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യായിരുന്നു. ആൻഡ് നമ്മൾ റൂമിൽ കയറി ഫ്രഷായി കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ നമ്മളെ നൈറ്റ് ഫുഡ് എക്സ്പ്ലോറിന് വേണ്ടിയിട്ട് ഇറങ്ങി. ബേസിക്കലി മൺസൂൺ ആയിക്കൊണ്ട് ഒരുവിധ ബീച്ചസും വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കായിരുന്നു. സോ നമുക്ക് അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഈവനിങ് ആയപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. സോ നമ്മൾ നേരത്തെ പോയ വിനായകൻ്റെ തൊട്ടടുത്തൊരു കഫേ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അവിടെ പോകാമെന്ന് വെച്ചു. ഫോർച്യൂൺസ് പിസ്സ ആൻഡ് ഗാലറ്റേരിയ എന്ന കഫേയിലായിരുന്നു നമ്മൾ പോയത്. ഇവരെ മെയിൻ ആയിട്ടുള്ളത് ബ്രിക്ക് ബേക്ഡ് പിസ്സാസ് ആണ്. ആൻഡ് പേഴ്സണലി ഞാൻ ഒരു പിസ്സ ഫാനാണ്. പിന്നെ ബ്രിക്ക് ബേക്ഡ് കൂടി ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട, ഞാൻ അത്രക്ക് ഫേവറേറ്റ് ആണ് എൻ്റെ. സോ നമ്മൾ ഓർഡർ ആക്കി. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അങ്ങനെ നമ്മൾ കുറേ വെയിറ്റ് ആക്കി. നമ്മളെ പിസ്സ വന്നു. നെയിമൊന്നും ഓർമ്മയില്ല. അവരെ സിഗ്നേച്ചർ ഡിഷസ് ആണ് നമ്മൾ ഓർഡർ ആക്കിയത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങി. പോണ വഴിക്ക് എൻ്റെ അടുത്ത ഫേവറേറ്റ് ആയ ബോബ ടീ കണ്ട്. സോ അതും ട്രൈ ആക്കി. പിന്നെ നമ്മൾ പോയത് അഞ്ജുന നൈറ്റ് ഫ്ലീ മാർക്കറ്റിലായിരുന്നു. സോ ജസ്റ്റ് ഒരു സ്ട്രീറ്റ് ഷോപ്പിംഗ് ഒക്കെ വിചാരിച്ചിട്ടാണ് അവിടെ പോയത്. ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഒന്നും കിട്ടിയില്ല നമുക്ക്. ബിക്കോസ് കൈയൊക്കുമ്പോൾ കാലൊക്കില്ല, കാലൊക്കുമ്പോൾ കൈയൊക്കില്ല, എല്ലാം ഒക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവാറുണ്ടായിരുന്നു. സോ നമുക്കൊന്നും റെഡി ആയില്ല. അതുകൊണ്ട് നമ്മളൊന്നും വാങ്ങിയില്ല അവിടുന്ന്. ബോയ്സിനൊക്കെ ചെറുതായിട്ട് കിട്ടി. നമ്മൾ ഗേൾസിനാണ് ഒന്നും ഓക്കെ ആവാണ്ടിരുന്നത്. സോ ആ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മൾ ഹോട്ടലിലെത്തി. ആക്ച്വലി നമ്മൾ ആർക്കും വിശപ്പുണ്ടായിരുന്നില്ല. സോ ഒന്നും കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഡയറക്റ്റ് ഹോട്ടലിൽ വന്നു. ബട്ട് ഇവിടെ വന്നപ്പോൾ ചെറുതായിട്ട് വിശപ്പ് സ്റ്റാർട്ട് ചെയ്തു. സോ ഇവിടെ ഈ ലൈവായിട്ടുള്ള കോൺസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അത് കേട്ട് നമ്മൾ ലൈറ്റായിട്ട് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഓർഡർ ആക്കി. അതും കഴിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങി. കഴിഞ്ഞിട്ടില്ല നമ്മളെ ഗോവൻ വിശേഷങ്ങൾ. സോ അതിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് ടിൽ ദെൻ ബൈ ഫ്രം മീ.